സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശിനോട് കഴിച്ച ഭക്ഷണം ഏതെന്ന് ചോദിക്കുന്നുണ്ട്. രൂപ എറിഞ്ഞപ്പോൾ ബാലൻ്റെ കണ്ണ് തള്ളി. അങ്ങനെ ബാലൻ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത് 640 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചേക്കുന്നത്. നീ എങ്ങനെ ജീവിക്കോടാ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ട ഒരു പുതിയ പെണ്ണ് വന്നത് കൊണ്ട് അവൻ്റെ മാറ്റം കണ്ടില്ലേ. 640 രൂപയുടെ ഭക്ഷണം കഴിച്ച് നിൻ്റെ അമ്മനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മ നിനക്ക് ഉണ്ടാക്കി തരുന്നല്ല ദോശയോ ചട്നിയോ ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് ആകാശന് ഇങ്ങനെ പറയാത്തതൊന്നുമില്ല. അത് കേട്ടപ്പോൾ എല്ലാവരും ആകെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. ആ സമയത്ത് മീനാക്ഷി പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ബാലന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. മീനാക്ഷിയിലെത്തിക്ക് മീനാക്ഷി എന്ന് വിളിക്കുമ്പോൾ മിണ്ടരുത്, കഴിച്ച ഭക്ഷണത്തിന്റെ കണക്ക് പറയുന്നത് ഞാനേ നല്ലോണം പൈസ കണ്ടു വളർന്നത് തന്നെയാണ്. ഇഷ്ടം പോലെ പണമുള്ള വീട്ടിൽ നിന്ന് വന്നാണ് ഞാൻ. എനിക്ക് ഈ 640 രൂപ ഒന്നുമല്ല. ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ പകുതി പോലും നിങ്ങൾ ആരും കഴിച്ചിട്ടും ഉണ്ടാവില്ല. അതിന്റെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ പറയുക എന്തെന്നറിയാം, എച്ചിത്തരം എന്നാണ് പറയാ. ഞാൻ ഈ പൈസ ഇപ്പം നിങ്ങളുടെ അച്ഛൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി കാശെടുക്കുന്നുണ്ട്. ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട്, സോറി മീനാക്ഷി, അങ്ങനെ ചെയ്യല്ലേ, അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നു. എന്നാൽ കേട്ടോ, നാളെ തന്നെ പറയണം നമ്മൾ കൊടൈക്കനാലിലേക്ക് പോണ കാര്യം. അത് പറഞ്ഞില്ലെങ്കിൽ അപ്പം അറിയാം എൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി നമ്മുടെ ആകാശിനെ പിടിച്ച് ആട്ടാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് വെറുപ്പായി മീനാക്ഷിക്ക് ആകാശിനോട്. പിന്നെ കാണിക്കുന്നത് ബാലനെയും ഗോമതിനെയാണ്. അവ ഗോമതി ആദ്യമായിട്ട് ബാലനെ കുറ്റപ്പെടുത്തുന്നു. ബാലേട്ടൻ ഇപ്പം ചെയ്തത് ശരിയായില്ല. ആകാശ് നമ്മുടെ മോനോട് സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ അവനൊരു ഭർത്താവാണ്. ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരു ഭർത്താവിനെ അപമാനിക്കുന്നതിനൊക്കെ ഒരു കയ്യും കണക്കുണ്ട്. അതും ഭക്ഷണത്തിനെ കുറിച്ച് 640 രൂപയ്ക്ക് അവൻ ഭക്ഷണം കഴിച്ചതിന് ഇത്ര മാത്രം ബാലേട്ടൻ പറയാൻ പാടില്ലായിരുന്നു. ആ പെൺകുട്ടി എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. ആ പെൺകുട്ടി പുറത്തുനിന്ന് വന്ന പെണ്ണല്ലേ, ആകാശം മാത്രമല്ലേ നമ്മുടെ മോനായിട്ടുള്ളൂ. അവൻ നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവൻ വിഷമിക്കില്ല. പക്ഷെ ബാലേട്ടൻ ഇപ്പം ഈ ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഗോമതി, അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. 640 രൂപ ഭക്ഷണം കഴിച്ചാൽ നാളെ ഒരു ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതല്ലേ. ഞാനും നീയൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഈ കാണുന്നതൊക്കെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്, പണ്ടത്തെ കാലല്ലേ ഇപ്പൊ എന്നൊക്കെ പറഞ്ഞ് ഗോമതി കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ പോയി ആ പെൺകുട്ടിയോട് മാപ്പ് പറയാന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അത് വേണ്ട, മാപ്പ് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, എന്തായാലും ബാലേട്ടൻ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞത്, ഇനിയെങ്കിലും ബാലേട്ടൻ സൂക്ഷിച്ചും കണ്ടൊക്കെ ഒന്ന് പെരുമാറണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ പൂമ്പാറയിൽ പോയാൽ അമ്പലത്തിൽ പോയാൽ വഴിപാട് കഴിച്ചാൽ ശരിയാവുന്ന പറഞ്ഞപ്പോൾ ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, നമുക്ക് അവിടെ വേഗം പോകാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബാലൻ പെട്ടെന്ന് തന്നെ ശരി എന്നാൽ കടയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് താക്കോലെടുക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ആകാശ് വന്നിട്ട് അച്ഛാ വിളിച്ചപ്പോൾ എന്താടാ, അത് പിന്നെ ഇങ്ങനെ തന്നെ പറയുന്നു, ഇത് വല്ലാത്ത കഷ്ടമായില്ല, എന്താടാന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ പറയാച്ചാന്ന് പറഞ്ഞ് മീനാക്ഷി എല്ലാ ദേഷ്യം കൂടെ തീർക്കണ പോലെ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കൊടൈക്കനാലിൽ പോകണം. കൊടൈക്കനാലിലോ, അവിടെ എന്താന്ന് വെച്ചപ്പോൾ അവിടെ എന്ത് ഹിൽ സ്റ്റേഷൻ, ഞങ്ങൾക്ക് ടൂർ പോകണം, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഞങ്ങൾക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്, അതിന് അച്ഛൻ അനുവദിക്കണം എന്ന് മീനാക്ഷി ഇത്തിരി ഗൗരവത്തോടെ തന്നെ പറയും. ആ സമയത്ത് ആര്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് നല്ല കഷ്ടമായിട്ടുണ്ട് അച്ഛാ, ഇതെന്തൊരു മര്യാദ കേടുന്ന്, അവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് ടൂർ പോണതിന് അച്ഛനോട് അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ? അത് ഏട്ടൻ ചോദിക്കാത്തോടത്താണ് ഏട്ടൻ ചോദിക്കാണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഏട്ടത്തി ചോദിച്ചത്. അച്ഛന്റെ മുന്നിൽ നിൽക്കാൻ പോലും ഏട്ടന് പേടിയാണ്. ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഏട്ടത്തി ഒരു ഭാര്യയാണ്, അവർക്ക് വിവാഹം കഴിഞ്ഞ് പല സ്ഥലത്തും പോകാൻ, നീ നിന്റെ കാര്യം വെച്ചാൽ അവരെ കാര്യം അവർ പറഞ്ഞോളൂ എന്ന് പറയുന്നത്. അവർ പറയില്ല, ഏട്ടൻ പറയാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ചേച്ചിക്ക് ഇത് പറയേണ്ടി വന്നതെന്ന് പറഞ്ഞ് ആര്യം പൊട്ടിത്തെറിക്കുന്നു ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാവരും ധർമ്മനും അതുപോലെ തന്നെ ആനന്ദമൊക്കെ വന്ന് പറയുന്ന അച്ഛാ അവർ പോട്ടെ, അവരുടെ ആഗ്രഹം അങ്ങനെ തന്നെയല്ല, അവർ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമല്ലായിട്ടുള്ളൂ, അവരെവിടേക്ക് എന്ന് വെച്ചാൽ പോയി ടൂറൊക്കെ പോയിട്ട് വരട്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി പറയുന്നുണ്ട്. ആ സമയത്ത് അനുമോള് വരെയും വന്ന് പറയുന്ന അച്ഛാ സമ്മതം കൊടുക്കുക അച്ഛാ, അവർ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോമതി നിനക്ക് എവിടെയാണ് പോകണമെന്ന് പറഞ്ഞത്? പൂമ്പാറയിൽ അല്ലേ, പൂമ്പാറയിൽ പോകണ വഴിക്ക് നമുക്ക് കൊടൈക്കനാലിലേക്ക് നമുക്ക് എല്ലാവരും കൂടി പോവാം. അതിനുശേഷം നമുക്ക് തിരിച്ചു വരുമ്പോൾ പൂമ്പാറ അമ്പലത്തിൽ കയറി വഴിപാടൊക്കെ കഴിച്ച് തിരിച്ചു വരാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മീനാക്ഷിക്ക് ആ കിട്ടിവെട്ടേറ്റ പോലെ ആയിരുന്നുണ്ട്. അപ്പൊ ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ ദേവമംഗലത്താരെല്ലാരും ധർമ്മം പറയുന്നുണ്ട്, ദേവമംഗലത്താരെല്ലാരും പോകണമെങ്കിൽ ഒരു സ്കൂൾ ബസ് വിളിക്കുക, എന്നിട്ട് ദേവമംഗലത്തിന്റെ ഒരു ബാനർ പൊട്ടിക്കുക, എന്നിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ നീ മിണ്ടരുതെന്ന് പറയുന്നുണ്ട്.
അളിയാ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണവായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ തണവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാനില്ല എന്നാരും പറയുന്നുണ്ട്. അവർ സ്വസ്ഥമായിട്ട് പോകേണ്ട സ്ഥലത്ത് നിങ്ങൾ എല്ലാവരും കൂടെ പോവാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആര്യൻ. അതിനുശേഷം പിന്നെ മീനാക്ഷി ആകാശിനെ കാണിക്കുന്നുണ്ട്. ആകാശിനോടുള്ള ദേഷ്യം മീനാക്ഷി കൈ കൊണ്ട് തന്നെയാണ് തീർക്കുന്നത്. സോറി മീനാക്ഷി, അച്ഛൻ അങ്ങനെയാണ്, അച്ഛനെ എതിർക്കാൻ എനിക്ക് തൽക്കാലം കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ട് കഷ്ടമാണിത്. ഇത് നോക്കിക്കോ, ഈ ടൂർ പോയി ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് ടൂർ പോകും, അന്ന് ഈ ഫാമിലിയെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് മീനാക്ഷി ഒരുവിധം സമാധാനമാവുന്നുണ്ട്. സോറി എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ചെയ്യും ആകാശ്, സോറി സോറി എന്ന് എപ്പോഴും പറയാൻ നിൽക്കേണ്ട, ഒരു കടലാസിൽ എഴുതി ആവശ്യത്തിന് ഇങ്ങോട്ട് തന്നാൽ മതി, ഞാൻ വായിച്ചോണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് നീ നോക്കിക്കോ, നമുക്ക് കൊടൈക്കനാലിൽ പോയിട്ട് ഒറ്റയ്ക്ക് റൂമൊക്കെ എടുക്കാൻ നല്ല കുറേ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി ഒരുപാട് സ്ഥലങ്ങളെ പേരൊക്കെ പറയുന്നുണ്ട്. ആകാശമൊക്കെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കാൻ നീ പാൻറ്റൊക്കെ ഇടുമെന്ന് വെച്ചാൽ ഞാൻ പാൻറ് ഇടും. അപ്പോൾ ആകാശത്തിനാകെ പേടിയാവുന്നുണ്ട്. പാൻറ്റും തൊപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മീനാക്ഷി എടുത്തേക്കുന്നുണ്ട് പറയുന്നുണ്ട്. ഈ എന്നാൽ അവിടെ ചെല്ലുമ്പോൾ നല്ല നന്നായി പെരുമാറോ, നല്ല സ്നേഹത്തോടെ എന്നെ സ്നേഹിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉവ്വ, എന്നും രാത്രി വരുന്ന പനി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ എന്നാ ശരി നീ എന്നൊന്ന് ചേർത്ത് പിടിച്ചോളാൻ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം ബാലൻ ഇങ്ങനെ ജോലിക്ക് പോണേക്കാളും മീനാക്ഷി ജോലിക്ക് പോണ്, അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ പോണ്. അപ്പൊ ആര്യം വന്ന് പറയുന്നുണ്ട് ഞാനില്ല, ഒരു മോശമായ കാര്യമാണ്, വിവാഹം കഴിഞ്ഞ ദമ്പതികൾ പോകണോടെന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ കാര്യം കഴിച്ചാൽ മതി, നീ ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ധർമ്മം പറയുന്നുണ്ട് എനിക്കെങ്കിലേ അവിടുത്തെ കുളിര് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അതിനാരും നീ പോരുന്നില്ല എന്ന് പറഞ്ഞേ, ഞാൻ പോരുന്നില്ല, അതെന്താന്ന് വെച്ചാൽ നീ പോന്നാ പിന്നെ കടയിൽ ആരുണ്ട്, ആനന്ദും നീയും കട നോക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ തന്നെ നമ്മുടെ ആനന്ദ് സമ്മതിച്ചു, ശരി അച്ഛാ 2 ദിവസം 4 ദിവസം ലീവ് എടുക്കുക ഓഫീസിൽ നിന്ന് പറയുന്നുണ്ട്. ധർമ്മം പറയുന്നുണ്ട് താങ്ക് യു അളിയ, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ ഞാൻ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ആര്യ നീ എന്തായാലും പോകണമെന്ന് പറയുന്നുണ്ട്. കാരണം അളിയന്റെ കൈത്തരിപ്പ് മാറ്റാൻ, അവിടെ ഭയങ്കര തണവല്ലേ, കൈത്തരിപ്പ് മാറ്റാൻ നീ വേണ്ടി വരുന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പിന്നെ ആനന്ദിനോടും അതുപോലത്തെ ധർമ്മനോടും ഭക്ഷണം കഴിക്കുന്ന കണക്കും ഭക്ഷണം കഴിച്ച രൂപ അവിടെ എഴുതി വയ്ക്കണം, ചെലവ് എന്നൊക്കെ പറയുമ്പോൾ ധർമ്മം ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചാലോ സൂക്ഷിച്ച് വയ്ക്കണോ തെളിവിനെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ആര്യൻ പിന്നെ തന്നെ പറയുന്നത് നാണക്കേട് ഞാൻ പോരില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, അതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നീ പോയതേ പറ്റും, ഞാനാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് സാരില്ല, ഞങ്ങൾക്ക് എല്ലാവരും കൂടെ പോരുന്നതിന് ഇഷ്ടം, നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാം, ഞാൻ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് മീനാക്ഷി മിത്രയുടെ പിന്നാലെ ഓടുന്നുണ്ട്. മോളെ മിത്ര നിൽക്കുന്നു പറഞ്ഞപ്പോൾ എന്താ ചേച്ചിന്ന് വെച്ച്, കഴിഞ്ഞ ദിവസം എന്നായിട്ട് മിണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ ഞാൻ ദേവമംഗലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നെന്ന് ചോദിച്ചപ്പോൾ എന്ത് ടൂറ് പോകാൻ പോകണല്ലേ ചേട്ടനും ചേച്ചി കൂടെ എല്ലാവരും ഉണ്ടല്ലേ എന്ന് മിത്ര വിഷമത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പൊ മീനാക്ഷി പറഞ്ഞു ഇങ്ങനെ മുന്നിൽ അങ്ങനെ താഴാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, അത് പിന്നെ ഞാനാണ് പറഞ്ഞത് കാരണന്മാരെ കൊണ്ടുപോകണം, അവരുടെ അനുഗ്രഹമൊക്കെ വേണമല്ലോ, അപ്പൊ എല്ലാവരും കൂടി പോകും, ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകും, ഇതെല്ലാവരെയും കൂടി കൊണ്ടുപോകും, അമ്മയ്ക്ക് ഒരു വഴിപാടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചേച്ചിനെ സമ്മതിച്ച് തന്നിരിക്കുന്നു എന്ന് മിത്ര പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചപ്പോ അല്ല അവിടെ ഇപ്പൊ ഈ ഒരു മരുമോളിൽ വന്നിട്ടുള്ളൂ, ഇനിയും മരുമക്കൾ വരാനുണ്ട്, ഇവരൊക്കെ ചേച്ചി എങ്ങനെ നേരിടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ആര്യന്റെ ഭാര്യയായി നീ വായോ, എന്നാ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാലോ എന്ന് പറയുന്നു. ആരെ ഭാര്യയായിട്ട്? ആര്യന്റെ, അവനെ കല്യാണം കഴിക്കുന്നേക്കാളും ഭേദം ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് മിത്ര ചേച്ചി ഒന്ന് പോയേന്ന് പറഞ്ഞ് മിത്ര പിണങ്ങി പോകുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമംഗലത്ത് വീണ്ടും കാണിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ പോകാനുള്ള തയ്യാറെടുപ്പും ബാഗൊക്കെ പാക്കിങ് ചെയ്യുന്ന ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.